എന്താ പറ്റിയത്? ബോട്ടിങ്ങിന് പോയപ്പോ തന്നെയുള്ളതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ചൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാ എനിക്ക് നീന്തൽ അറിയില്ല. ആർക്ക്? മാധവൻ. മാധവനോ? തന്നെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നതല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? കാണാം സാർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാളെന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേക്ക് കൊണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവൻ വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ പിടിച്ച് എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ, വെള്ളത്തിൽ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പയും പറഞ്ഞത് നമുക്ക് കേസില്ല. സിയോ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ച്. സാറേ, ഇവൻ അടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ. പക്ഷെ കോടതി എന്റെ കൂടെ. എല്ലാത്തിനും പെടുത്തും ഞാൻ. നിന്നെയും പെടുത്തും. അതിന് ഞാൻ എന്തോ ഇത്? നീയാണ് എന്നെ വന്ന് ഇട്ടിട്ട് കയറി കെട്ടാന്ന് പറഞ്ഞ തള്ളി ഇറക്കാൻ നോക്കിയത്. അവൻ പറഞ്ഞ ഏൽപ്പിച്ചത്. എനിക്ക് കോടതിയുണ്ട്, ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കോടതി ഏറ്റു. എന്താ എന്താ പറ? ഉണ്ണിയച്ചനൊന്നും വരുത്തായിരുന്ന മതിയായിരുന്നു. ഞാൻ കാരണം മതിയേട്ടാ. അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ചു വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനെ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായി നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇവരെ തീർക്കും. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് അടിച്ചോളാം. ഓ ശരി. ഇവർ തന്തയ്ക്ക് വിളി. ഞങ്ങളെ അലിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. പിന്നല്ല. എനിക്കേ ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുണ്ട് മനുഷ്യ സ്നേഹം. അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പിലാണ്. ഞാൻ എല്ലാരോടും പറയും, ഈ കുളിമുറി ടൈലിടരുതേ ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈലിടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീണ് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. ആ പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയായാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, ചേട്ടാ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. ഓ മാലതീനൊന്ന് കണ്ടിട്ട് പോകാം. ശരി. ഓക്കെ, 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മാലതി, എടി പോത്തേ. ഓ ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരിഞ്ഞോടിച്ചെന്നാ തോന്നുന്നത്. 7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്. പോത്തെ, നിന്റെ എരുമക്കെട്ടിയനോട് പറഞ്ഞേരി. കാണാം. ശരി, നാളെ വരുമോ തീരുമാൻ? ഫ്രണ്ടേ, എന്തോ വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. TV അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നു ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ?
ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചതാ. ആ പക്ഷെ ആ ജഡ്ജ് ആരുടെയോ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ അതായിരുന്നു അതിന്റെ. അതെ അതായിരുന്നു സംഭവം. സർ കൺഗ്രാറ്റ്സ്. താങ്ക് യു താങ്ക് യു കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. സത്യഭാമ കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ വിൽ മിസ് യു. മധുവേട്ടാ, കേസ് ഏജന്റ് കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ എതിർഭാഗോടാ മുരളി, മോളെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല. എന്ത് ചെയ്യാനാ, തീരെ സുഖമില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. പൈൽസ് തന്നെ. ആ. വെരി ഗുഡ്. പടാ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചേട്ടാ ചേട്ടാ കൊച്ചുനാള് മുതൽ കാണുന്ന കൊച്ചാ. അതിനടിച്ച കേറ്റിക്കോളാം ഞാൻ. ആ വക്കീലിന്റെ ഒന്ന് കൊടുത്തേ, ഗുഡ് ന്യൂസ് ഉണ്ട്. ഹലോ, പറയൂ. എടോ, താൻ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യുന്നു? ചോദിച്ചു. അത് ഞാൻ വിറ്റിട്ട് നിന്റെ അമ്മായിയമ്മേനെ ആദ്യം കെട്ടി. എന്താ പറഞ്ഞേ? നിനക്ക് അമ്മമ്മ ഉണ്ടോ? അവരെയും പിടിച്ച് ഞാൻ കെട്ടിക്കും. അല്ല അമ്മൂമ്മ, അത് കോടതി വളപ്പിലെങ്ങാനും നിന്നെ കണ്ട കേട്ടാ. ഓക്കെ. താങ്ക് യു. വീടിലെ ആ പറമ്പിൽ അവനെ കൊണ്ട് കാലുകൂട്ടിക്കില്ല. ഉച്ച വയ്ക്കല്ലേ, ഇറങ്ങ സ്പീഡാക്ക് സ്പീഡാക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആ നീ ഫോൺ എടുത്തതല്ലേ, എന്തായാലും ഒരു വീഡിയോ എടുത്തോ. നമ്മ വിജയിച്ച് കയറണല്ലേ, നമുക്ക് റീലിടാം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ദവന്മാര് പണി തന്നതാ ചേട്ടാ. ഇത് സൂപ്പർ ഫ്രെയിമാ കേട്ടോ, അങ്ങനെ നിന്നു. ഈ വയറിളക്കം വൈറലാവും ഉറപ്പാ.